നമസ്കാരം. കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നടൻ മലയാള സിനിമാ ചരിത്രത്തിൽ ഇതുവരെ വന്നതിൽ ഏറ്റവും കഴിവുള്ള നടന്മാരിൽ ഒരാൾ. ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമ ഉണ്ടായ പിന്നെ ഇതുവരെ പ്രേക്ഷകർ കണ്ടതിൽ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ചിലത്. ഈ മഹാനടൻ മറ്റാരുമല്ല, ഭരത് ഗോപി. 1970-കളിൽ മലയാള സിനിമയിൽ പ്രതിഭാശാലികളായ നിരവധി ആളുകൾ രംഗപ്രവേശം ചെയ്തു. സംവിധായകരായും നടന്മാരായും തിരക്കഥാകൃത്തുക്കളായും പേരെടുത്ത പലരും രംഗപ്രവേശം ചെയ്തത് ഇക്കാലത്താണ്. മലയാള സിനിമയുടെ തിരുനെറ്റിയിൽ അഭിനയത്തിന്റെ ഗോപിക്കുറിയായി മാറിയ നടനാണ് ഗോപി എന്ന ഭരത് ഗോപി. 1937-ൽ ചിറയിൻകീഴിലാണ് ഗോപിനാഥൻ നായർ എന്ന ഗോപി ജനിച്ചത്. നാടകങ്ങളിലൂടെയും മറ്റും അഭിനയത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ സ്വായത്തമാക്കാൻ ഈ നടന് സാധിച്ചു. 1972-ൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരമാണ് ഗോപിയുടെ ആദ്യ ചിത്രം. എന്നാൽ ഗോപിയെ മലയാളികൾ ഹൃദയത്തിലേറ്റിയത് 1978-ൽ കൊടിയേറ്റം എന്ന ചിത്രത്തോടെയാണ്. ഇതിലെ അഭിനയ മികവിന് ദേശീയ പുരസ്കാരം ഈ നടനെ തേടിയെത്തി. അതോടെയാണ് ഗോപി ഭരത് ഗോപിയായി മാറുന്നത്. KG ജോർജ് സംവിധാനം ചെയ്ത യവനികയിലെ തബലിസ്റ്റ് അയ്യപ്പൻ എന്ന കഥാപാത്രം ഈ നടന്റെ അഭിനയത്താൽ മികവ് നേടി. തമ്പ്, പെരുവഴിയമ്പലം, കാറ്റത്തെ കിളിക്കൂട്, ആലോലം, കള്ളൻ പവിത്രൻ, എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, പാളങ്ങൾ, ഓർമ്മയ്ക്കായി തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹത്തിന്റെ നടന ചാതുര്യം നിറഞ്ഞു നിന്നു. ചെയ്യുന്നത് വില്ലൻ വേഷമായാലും നായകവേഷമായാലും സഹനടനായാലും അതിലെല്ലാം ഒരുപോലെ മികവ് തെളിയിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. രൂപസൗകുമാര്യത്തെക്കാൾ മികച്ച അഭിനയമാണ് നടനു വേണ്ട യോഗ്യതയെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓരോ വേഷങ്ങളും.